ഇനി പ്രേക്ഷകരൊക്കെ തന്നെ ഞാൻ അടക്കമുള്ള ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാര്യം പാർട്ണറെ പറ്റിയാണ്. സ്വാഭാവികമായിട്ട് പാർട്ണറുടെ പേര് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇപ്പം പുള്ളി എവിടെയാണ്, എന്നാണ് നിങ്ങളുടെ വിവാഹം? നിശാന്ത് എന്നാണ് പേര്. നിശാന്ത് കോട്ടയംകാരനാണ്, അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 4 ഇയേഴ്സായിട്ട് അറിയുന്നവരാണ്, സുഹൃത്തുക്കളായിരുന്നു. ഒരു മൊമെൻറ്റിലാണ് ഞങ്ങളിങ്ങനെ വിവാഹം എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് എന്നോട് ചോദിക്കുന്നതും ഞാൻ പറയുന്നതും അങ്ങനെ ഇതായിട്ടും. പലപ്പോഴും പല ആൾക്കാരും എനിക്ക് ഇങ്ങനെ തോന്നുന്നത് ഇങ്ങനെ ഞാൻ പുള്ളിയുടെ ഒരു കാര്യങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ പുള്ളി എൻ്റെ കാര്യങ്ങൾ കണ്ടിട്ടോ ഞങ്ങൾ ആൾക്കാരും രണ്ടുപേരെയും ഡിപ്പെൻഡ് ചെയ്യാറില്ല. കാരണം എനിക്ക് പുള്ളീനോട് അത് വേണം ഇത് വേണമെന്ന് ഞാൻ പുള്ളിയോട് ആവശ്യപ്പെടാറില്ല, പുള്ളിയും എന്നോട് ആവശ്യപ്പെടാറില്ല. രണ്ടുപേരും ഇൻഡിവിജ്വൽ പേഴ്സണായിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും ഇന്നത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരിൽ നിന്ന് എന്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് കണ്ടിട്ട് സ്നേഹബന്ധത്തിലേക്ക് പോകുന്നവർ. പക്ഷെ ഞങ്ങൾ രണ്ടാളും അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയാം, പക്ഷെ എന്നാലും രണ്ടുപേരുടെയും സ്വഭാവം എനിക്ക് ഒരുപോലെ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം റിയാക്ഷൻസ് രണ്ടുപേർക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് രണ്ടുപേരും. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും അത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് വില്ലിങ് ആവും. ചിലപ്പോൾ ഒരാൾ കുറച്ച് നേരം ഇങ്ങോട്ട് വരട്ടെ, വന്നിട്ട് ഒന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യും. അത് കൂടുതലും ഞാനാണ് അങ്ങനെ വെയിറ്റ് ചെയ്യാറുള്ളത്. കുറച്ചിങ്ങനെ വരട്ടെ, സ്നേഹം ഉണ്ടെങ്കിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ഇത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാണ്ടാകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇങ്ങനെ അയ്യോ വിളിച്ചില്ലല്ലോ എന്ത് പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി പുള്ളി ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇന്നും സമൂഹത്തിൽ നമ്മളെപ്പോലൊരു വ്യക്തിയെ കൈപിടിച്ച് കൊണ്ട് പുറത്തേക്ക് നടക്കാൻ അതിനുവേണ്ടി തയ്യാറെടുത്ത് വന്നിട്ടുള്ളൊരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കരധികം ഞാൻ പുള്ളിയധികം ബഹുമാനിക്കുന്നുണ്ട്, പുള്ളിയധികം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില മൊമെൻറ്റിലൊക്കെ ഇങ്ങനെ നമ്മൾ റിയാക്ഷൻസ് എന്നോടുള്ളത് പുള്ളി അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന് കൂടി ചിലപ്പോൾ എനിക്കത് ഹേർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ കൂടി ഞാൻ വിചാരിക്കുമ്പോൾ ഇത്രയും അങ്ങനെ ഒരു ട്രാൻസ് വ്യക്തിയോടൊപ്പം അങ്ങനെ ഇടപഴകിയിട്ടുള്ളതോ അല്ല അറിയുന്ന ട്രാൻസിനെ കുറിച്ചോ അങ്ങനെ ഭയങ്കരമായിട്ട് എന്നോടൊക്കെ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ അതെടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കുന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും ഇതെന്താ ഇങ്ങനെ അതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അത് ഞാൻ പറയും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ അറിവില്ലായ്മകളൊക്കെ പറഞ്ഞു കൊടുക്കണം. എല്ലാവിധ ആശംസകളും ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് സീമയുടെ വിവാഹത്തിനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് സീമ ഭക്ഷണം വെക്കുന്നതും കുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ അത് ഷെയർ ചെയ്യുന്നതടക്കമുള്ള വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് പ്രഹസനമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് എന്താണ് മറുപടി പറയാനുള്ളത്? ഞാൻ നോർമലി വീട്ടിൽ റൊട്ടൈനായിട്ട് കുക്ക് ചെയ്യുന്നത് എന്നൊന്നും കുക്ക് ചെയ്യാറില്ല. എന്നും ഡെയിലി ഞാൻ 3 നേരവും കുക്ക് ചെയ്ത് അങ്ങനെയൊന്നുമല്ല. എനിക്കിങ്ങനെ തോന്നുന്ന അവസരങ്ങളിൽ ഞാനിങ്ങനെ കുക്ക് ചെയ്യാറുണ്ട്. അതിങ്ങനെ വീഡിയോ ഭാഗത്ത് ഞാൻ ഇടാറുണ്ട്. കാരണം ഞാൻ എന്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്ന ഫീലിങ്സ് തന്നെ ഷെയർ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ കൂടി നമ്മളോട് ചിരിച്ച് കാണിക്കുന്ന ഒരുപാട് ആൾക്കാർ ചിലപ്പം മോശമായിട്ട് തിങ്ക് ചെയ്യുന്നവരും ഉണ്ടാവാം. പക്ഷെ എന്നാൽ കൂടി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുട്ടി വീഡിയോസുകൾ ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറുള്ളത്. പിന്നെ കുക്കിംഗ് എന്ന് പറയുന്നത് മേക്കപ്പ് പോലെ തന്നെ എനിക്കൊരു പാഷനാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ബേസ് ചെയ്ത് വേറൊരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറൊരു തരത്തിലൊരു ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു കുക്കിംഗ് ബേസ്ഡ് ആയിരിക്കും എന്നെനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ലൈഫിലെ അംബീഷൻ തന്നെ എന്താ പറയുക, നമ്മൾ പറയും പോലെ അത് വേണം ഇത് വേണം അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടാണ് ഈ ഫുഡ് ആൾക്കാർക്ക് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എനിക്കൊരു സ്വന്തമായിട്ടൊരു സ്പേസ് വേണം. ആ സ്പേസിൽ ഞാനതൊക്കെ കൂടുതലും തമിഴ്നാട്ടിലേക്കാണ് കണ്ടിട്ടുള്ളത്. നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞാലും ഏത് രാത്രി വന്നു കഴിഞ്ഞാലും ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും വിശന്നിരിക്കുന്ന മനുഷ്യർക്ക് ഫുഡ് കിട്ടുന്ന ഒരിടം, അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കണം. ആ സ്പേസിൽ ഞാൻ ഇങ്ങനെ മേക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ അത് മേക്ക് ചെയ്യാൻ പറ്റിയ ആളുകളെ നിർത്തിയിട്ട് അങ്ങനെ മേക്ക് ചെയ്ത് വരണവർ വിശന്ന് പോകാൻ പാടില്ല. അങ്ങനെ ട്രിവാൻഡ്രം സിറ്റിയിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം ഈ മന്ത്ലി 1 തവണയോ 2 തവണയോ ഒക്കെ മനുഷ്യർക്ക് ഫുഡ് കൊടുക്കുന്ന എല്ലാ ദിവസവും കൊടുക്കാൻ സാധിക്കണമെന്നാണ്. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം കുട്ടിക്കാലത്തൊക്കെ ഭക്ഷണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് മാത്രം ചെയ്യുന്നതല്ല. അതെങ്ങനെ പ്രഹസനം കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുന്നു അങ്ങനെ കൊടുക്കുന്നു അങ്ങനെ ഉണ്ടാക്കുന്നു അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു
കനൽ മറ്റുള്ള മനുഷ്യരിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്.